ഗോകുൽ കേൾക്കാമോ എന്നെ? കേൾക്കാം പറഞ്ഞോളൂ. ഗോകുൽ നോക്കൂ, ഇവിടെ ഇപ്പോ സർക്കാർ ഒരു ബജറ്റിൽ നമ്മൾ ബജറ്റ് കേൾക്കുകയാണെങ്കിൽ അനുകൂലവും പ്രതികൂലവുമായിട്ടുള്ള പ്രഖ്യാപനങ്ങളൊക്കെ ഉണ്ടാകും. ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ PM ശ്രീക്കും മറ്റും മാറ്റിവെച്ച കുറച്ച് സമയം ഒഴിച്ചാൽ ബാക്കിയുള്ളതെല്ലാം എല്ലാവർക്കും ആശ്വാസം വരുന്നതാണ്. അത് സമൂഹത്തിന്റെ വലിയൊരു വിഭാഗത്തെ സ്വാധീനിക്കാൻ പോകുന്നതാണ്. അപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിന് മുന്നിൽ നിൽക്കുമ്പോഴുള്ള ഈ പ്രഖ്യാപനങ്ങൾ ഭരണമുന്നണി നടത്തുമ്പോൾ അതൊരു തുടർ ഭരണ സാധ്യത കൂടി മുന്നിൽ വെച്ചുള്ള പ്രഖ്യാപനങ്ങളാണ്. നിങ്ങൾ എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്? വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പോകുന്നതാണോ ഇന്നത്തെ ഈ പ്രഖ്യാപനങ്ങൾ? ശ്രീമതി രേണുക, ഈ പ്രഖ്യാപനങ്ങളെ BJP എങ്ങനെ കാണുന്നു എന്നതിനപ്പുറം കേരളത്തിലെ പൊതുസമൂഹം, ജനസാമാന്യം ആകെ കാണുന്നത് പിണറായി വിജയന്റെ, കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഇന്ന് വൈകുന്നേരത്തെ വാർത്താ സമ്മേളനത്തെ ജനങ്ങൾ കാണുന്നത്, അല്ലെങ്കിൽ ജനങ്ങൾ ഇപ്പൊ പറഞ്ഞു തുടങ്ങിയിട്ടുള്ളത് എന്ത് മനോഹരമായിട്ടുള്ള നടക്കാത്ത സ്വപ്നങ്ങൾ എന്ന രീതിയിലാണ്. ജനങ്ങൾക്ക് ബോധവും ബുദ്ധിയും ഉണ്ടെന്ന് ഈ നാട്ടില്. ഇത് വേറെ ഏതെങ്കിലും സംസ്ഥാനങ്ങളിൽ ഈ പറയുന്ന രീതിയിൽ തെരഞ്ഞെടുപ്പ് വരുമ്പോ കാണിക്കുന്ന ഗിമിക്കുകളൊന്നും, ഈ പറയുന്ന കോൺഗ്രസ് കാണിക്കുന്ന ഗിമിക്കുകളൊന്നും കേരളത്തിൽ വിലപ്പോകില്ല. അതിനെ കേരളത്തിലേക്ക് പറിച്ചു നടാം. ഇവിടെ ഈ 2 ദിവസം കഴിയുമ്പോ 3 ദിവസം കഴിയുമ്പോ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരും. അല്ല, ഇത്തരത്തിലുള്ള വാഗ്ദാനങ്ങളാണെന്നേ ഇപ്പൊ കർണാടകയിലും ഈ തെലങ്കാനയിലും ഒക്കെ നമ്മൾ കണ്ടതാണല്ലോ ഇത്തരത്തിലുള്ള സ്ത്രീ സുരക്ഷാ പദ്ധതികൾ. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ എന്താണ് BJPയുടെ പ്രഖ്യാപനം? ഒന്നും പ്രഖ്യാപിക്കുന്നില്ല. BJPയുടെ പ്രഖ്യാപനം എന്താണ്? BJPയുടെ പ്രഖ്യാപനങ്ങൾ എന്താണ്? നിങ്ങൾ പ്രഖ്യാപിച്ച് പരീക്ഷിച്ച് വിജയിച്ചിട്ടുള്ള പ്രഖ്യാപനങ്ങൾക്ക് ഒപ്പം നിൽക്കുന്ന പ്രഖ്യാപനമാണ് കേരളത്തിൽ ഇപ്പോൾ നടപ്പാക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ നടപ്പാക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളത്. മഹാരാഷ്ട്രയിലായാലും മധ്യപ്രദേശിലായാലും ഒക്കെ നിങ്ങൾ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് ലാൽ കി ബഹൻ പദ്ധതി, സ്ത്രീകളെ ലക്ഷ്യം വെച്ചുള്ള പദ്ധതി. അത് ഒരിടത്ത് വിജയം കണ്ടപ്പോൾ നിങ്ങൾ അത് തുടർന്ന് മറ്റ് സംസ്ഥാനങ്ങളിൽ പരീക്ഷിക്കുന്നു, ബീഹാറിൽ ഉൾപ്പെടെ പരീക്ഷിക്കുന്നു. അതാണിപ്പോൾ പിണറായി വിജയനും പ്രഖ്യാപിച്ചിരിക്കുന്നത്. തർക്കമൊന്നുമില്ലെന്നേ, പ്രഖ്യാപിക്കട്ടെന്നേ. ജനങ്ങൾക്ക് സർക്കാരിന്റെ കാശ് കിട്ടുന്ന കാര്യത്തിൽ BJPക്ക് എന്താ വ്യത്യസ്ത അഭിപ്രായം? അത് പിണറായി വിജയൻ കൊടുത്താലും അത് നരേന്ദ്രമോദി കൊടുത്താലും ജനങ്ങൾക്ക് സർക്കാരിന്റെ കാശ് കിട്ടുക. ഞാനത് ചൂണ്ടിക്കാട്ടിയത് കോൺഗ്രസ് പരീക്ഷിച്ച് പരാജയപ്പെട്ട പദ്ധതി എന്ന് താങ്കൾ പറഞ്ഞതുകൊണ്ടാണ് നിങ്ങൾ പരീക്ഷിച്ച് വിജയിപ്പിച്ചതാണ് എന്ന് ഞാൻ സൂചിപ്പിച്ചത്. ഞങ്ങൾ പരീക്ഷിച്ച് വിജയിപ്പിക്കുകയും, ഞാൻ പ്രഖ്യാപനങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. ഞങ്ങള് BJP പ്രഖ്യാപിക്കുകയും അത് വിജയിപ്പിക്കുകയും നടപ്പാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് പ്രഖ്യാപനങ്ങൾ മാത്രമായി ഒതുങ്ങുന്ന കാര്യത്തെയാണ് ഞാൻ കോൺഗ്രസിനോട് ചേർത്ത് പറഞ്ഞത്. അതവിടെ ഇരുന്നോട്ടെ. ഇവിടെ ഈ പദ്ധതികൾ ആകെ തന്നെ ഇന്ന് പ്രഖ്യാപിക്കുന്നു. ഈ പദ്ധതികൾ പ്രഖ്യാപിക്കുന്ന പശ്ചാത്തലം എന്താണ്? PM ശ്രീ പദ്ധതിയുടെ പുനർപരിശോധന നടത്താൻ വേണ്ടി പ്രഖ്യാപനം വരുന്ന ദിവസം തന്നെയാണ് ഈ പ്രഖ്യാപനവും ഈ പദ്ധതികളും വരുന്നത് എന്നുള്ളൊരു വിനോദാഭാസം ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഒരാഴ്ച മുമ്പ് ഇവര് വെള്ളം തൊടാതെ വിഴുങ്ങിയ സാധനങ്ങൾ അത് അങ്ങനെ സംഭവിച്ചേ ഇല്ല എന്ന രീതിയിലേക്ക് മുഖ്യമന്ത്രി തന്നെ വന്നിരുന്നു കൊണ്ട് വാർത്താ സമ്മേളനം വിളിക്കുകയാണ്. ഇവിടെ CPI വടിയെടുത്തപ്പോ, സമസ്ത മുഖപ്രസംഗം എഴുതിയപ്പോ പേടിച്ച് വിരണ്ട പിണറായി വിജയൻ തിരഞ്ഞെടുപ്പ് വരാൻ വേണ്ടി പോകുന്നു. നമ്മുടെ നാട്ടിൽ ഈ പറയുന്ന രീതിയിലേക്ക് ജനങ്ങൾ CPM വിരുദ്ധമായി, LDF വിരുദ്ധമായി ഇവിടെ കാര്യങ്ങളിലേക്ക്, തിരഞ്ഞെടുപ്പിലേക്ക് ജനങ്ങളുടെ മനസ്സ് ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് ജനങ്ങൾ അടിസ്ഥാന ജനവിഭാഗത്തിന്റെ ആവശ്യങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ഉള്ള പ്രഖ്യാപനങ്ങൾ നടത്തുന്നു. നിങ്ങൾ നോക്കൂ, ഏകദേശം 250 ദിവസത്തിലധികമായി ആശാ വർക്കർമാർ മഴയത്തും വെയിലത്തും പൊടിയും എല്ലാം സഹിച്ച് അവിടെ നമ്മുടെ ഈ സെക്രട്ടറിന്റെ മുമ്പിൽ സമരം നടത്തുകയല്ലേ? അപ്പോഴൊന്നും പ്രഖ്യാപനം ഉണ്ടായില്ലല്ലോ. ഏകദേശം 1 വർഷത്തോളമായല്ലോ. പിണറായി വിജയന്റെ വസതിയിലേക്ക് മാർച്ച് നടത്തിയ ഈ ആശാ പ്രവർത്തകരെ എങ്ങനെയാണ് പോലീസ് നേരിട്ടതെന്ന് നമ്മൾ കണ്ടതല്ലേ? അംഗനവാടി പ്രവർത്തകർ, സാധാരണക്കാർ, ADS പ്രവർത്തനം നടത്തുന്ന ആൾക്കാർ, അപ്പൊ അവരുടെ എല്ലാം പ്രതിഷേധങ്ങളെയും ആവശ്യങ്ങളെയും എല്ലാം അടിച്ചൊതുക്കുകയും പോലീസിനെ കൊണ്ട് ചവിട്ടി ഞെരിക്കുകയും ചെയ്ത ആളുകൾ ഈ പറയുന്ന തെരഞ്ഞെടുപ്പിന്റെ പടിവാതിലെത്തി നിൽക്കുമ്പോൾ തങ്ങൾക്ക് ഇന്ന് വരെ ഉണ്ടായ ഡാമേജുകൾ എങ്ങനെയെങ്കിലും കുറെ പൊടിപടലം സൃഷ്ടിച്ചുകൊണ്ട്, പുകമറ സൃഷ്ടിച്ചുകൊണ്ട് മാറ്റാം, കുറെ പ്രഖ്യാപനങ്ങൾ അങ്ങ് നടത്താമെന്ന് വിചാരിച്ചാൽ, ഇപ്പോ അവതാരിക പറഞ്ഞ പോലെ ഈ പദ്ധതികൾ നടപ്പാക്കിയ നല്ല കാര്യം, ജനങ്ങൾക്ക് ഉപകാരം ഉണ്ടാവട്ടെ. പക്ഷെ ഇതെല്ലാം നടപ്പാക്കാൻ വേണ്ടി പോവുകയാണോ? കേരളം 4.7 ലക്ഷം കോടി രൂപ കടബാധ്യതയിലുള്ള 35,000-ത്തിലധികം കോടി രൂപ ധനക്കമ്മിയുള്ള ഒരു സംസ്ഥാനത്ത് ഈ അധിക ബാധ്യത എടുത്തു വയ്ക്കാൻ
മനുഷ്യന് ബുദ്ധിയുള്ള മനുഷ്യൻ ചിന്തിച്ചാൽ കഴിയില്ല എന്ന് മനസ്സിലാക്കുന്ന സാഹചര്യം നമ്മുടെ നാട്ടിലില്ലേ? അപ്പോ ഈ പ്രഖ്യാപനങ്ങളിൽ ഒതുങ്ങുന്ന പദ്ധതികൾ പ്രഖ്യാപിച്ച് ഈ നാട്ടിലെ സ്ത്രീകളുടെ, ഈ നാട്ടിലെ ആശാപ്രവർത്തകരുടെ, ഈ നാട്ടിലെ ആരോഗ്യ പ്രവർത്തകരുടെ, ഈ നാട്ടിലെ മറ്റ് ജനവിഭാഗത്തിൽപ്പെട്ട അടിസ്ഥാന വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ വോട്ട് വാങ്ങാം, കണ്ണിൽ പൊടിയിടാം എന്നാണ് പിണറായി വിജയനും LDF-ഉം ആഗ്രഹിക്കുന്നതെങ്കിൽ കേരളത്തിലെ നടപ്പാക്കാനേ പോകുന്നില്ല. കേരളത്തിൽ നടപ്പാക്കാൻ പോകുന്നത് കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിൽ മുന്നോട്ട് വയ്ക്കുന്ന വികസനത്തിന്റെ രാഷ്ട്രീയമാണ്. നിങ്ങളുടെ ഔദാര്യം പറ്റലിന്റെ രാഷ്ട്രീയമല്ല കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടത്. നിങ്ങളുടെ ആനുകൂല്യം പറ്റലിന്റെ രാഷ്ട്രീയമല്ല. അവകാശങ്ങൾ, വികസനത്തിന്റെ അവകാശം, മുന്നേറ്റത്തിന്റെ അവകാശം, അത് അവകാശമായി തന്നെ നേടിയെടുക്കുന്ന രാഷ്ട്രീയത്തെ കേരളത്തിലെ ജനങ്ങൾ സ്വീകരിക്കുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. വേണ്ട. നിങ്ങളുടെ ഈ പറയുന്ന ഗിമിക്കുകൾ, ഇലക്ഷൻ സ്റ്റണ്ടുകൾ കേരളത്തിൽ ഇനി വിലപ്പോകില്ല എന്ന് പിണറായി വിജയനും CPM-ഉം മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് നല്ലതെന്ന് മാത്രമേ പറയാനുള്ളൂ. ഇലക്ഷൻ സ്റ്റണ്ട് എന്നതാണ് BJP പ്രതിനിധി പറയുന്നത്. ശ്രീ D. സുരേഷ് കുമാർ, ഇപ്പോൾ സർക്കാർ ഈ പ്രഖ്യാപിച്ചിരിക്കുന്ന പദ്ധതികൾ അത് കുറേയൊക്കെ പ്രകടന പത്രികയുടെ ഭാഗമായിരുന്നു. അത് ഈ സർക്കാരിൻ്റെ കാലാവധി തീരാൻ പോകുന്ന സമയത്താണ് പ്രഖ്യാപിക്കപ്പെടുന്നത്. മറ്റ് 3 പുതിയ പദ്ധതികൾ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഒരു സർക്കാരിന് ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ഇത്തരം പ്രഖ്യാപനങ്ങൾ, ഫ്രീബീസ് പ്രഖ്യാപിക്കേണ്ടി വരുന്നത് ഒരു ആത്മവിശ്വാസക്കുറവിൽ നിന്നാണോ? ഇത്തരം പ്രഖ്യാപനങ്ങൾ ഉണ്ടായാൽ മാത്രമേ ജനങ്ങൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റൂ എന്ന ഒരു തോന്നൽ, അത് ആത്മവിശ്വാസക്കുറവിന്റെ ഭാഗമാണോ? ഒരിക്കലുമില്ല. ആത്മവിശ്വാസക്കുറവില്ല, ആത്മവിശ്വാസ കൂടുതൽ കൊണ്ടാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ, 2ാം പിണറായി സർക്കാർ ഈ പ്രഖ്യാപനങ്ങളും പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. നോക്കൂ, ഈ സർക്കാർ അധികാരത്തിലെത്തുമ്പോൾ ആ ഇലക്ഷനെ അഭിമുഖീകരിച്ചുകൊണ്ട് പ്രകടന പത്രികയിൽ 900 വാഗ്ദാനങ്ങൾ മുന്നോട്ട് വെച്ചു. ആ 900 വാഗ്ദാനങ്ങളും ഞങ്ങൾ അധികാരത്തിൽ നിന്ന് പടിയിറങ്ങുമ്പോൾ പൂർത്തീകരിച്ച് അടുത്ത തെരഞ്ഞെടുപ്പിൽ ജനങ്ങളെ അഭിമുഖീകരിക്കുമെന്ന് നിശ്ചയദാർഢ്യത്തോടു കൂടി പ്രഖ്യാപിച്ച ഒരു ഗവൺമെന്റാണ് ഈ ഗവൺമെന്റ്. സമീപകാലത്ത് അതിന്റെ 4ാം വാർഷികം ആഘോഷിക്കുന്ന സന്ദർഭത്തിൽ ഞങ്ങൾ ആ പ്രോഗ്രസ് റിപ്പോർട്ട്, ആ പ്രകടന പത്രികയിൽ മുന്നോട്ട് വെച്ച വാഗ്ദാനങ്ങളുടെ പ്രോഗ്രസ് റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുകയുണ്ടായി. ആ പ്രോഗ്രസ് റിപ്പോർട്ടിൽ വളരെ കൃത്യമായി 600-ലധികം വരുന്ന വാഗ്ദാനങ്ങൾ പൂർത്തീകരിക്കുകയും ഫലപ്രാപ്തിയിലെത്തിക്കുകയും ബാക്കിയുള്ളവയുടെ ആ ഒരു പ്രവർത്തനം ഞങ്ങൾ പുരോഗതിയിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നും ജനങ്ങളോട് പറഞ്ഞു. ഇന്നിപ്പോൾ ആ കാര്യം ഏറെക്കുറെ ശാശ്വതമായിരിക്കുന്ന ഒരു സന്ദർഭം കൂടിയാണ്. ആ സന്ദർഭത്തിലാണ് ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ ഈ പ്രവർത്തനം, അതിൻ്റെ ഫലപ്രാപ്തിയിലെത്തിയ കുറെ കാര്യങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും അത് അവതരിപ്പിക്കുമ്പോൾ ചില ഹാലിളക്കങ്ങൾ ഞങ്ങൾ കാണുന്നുണ്ട്. അത് ഞങ്ങളെ ഒട്ടും അലോസരപ്പെടുത്തുന്നില്ല. അത് അവർക്കുണ്ടായിട്ടുള്ള ആശങ്കയും അവർക്കുണ്ടായിട്ടുള്ള ഭയപ്പാടുമാണ് ഞങ്ങൾക്ക് അതിലൂടെ കാണാൻ സാധിക്കുന്നത്. തീർച്ചയായും നിങ്ങളെ സ്വയം തിരുത്തിച്ചുകൊള്ളുക, നിങ്ങൾ സ്വയം നവീകരിക്കുക. നിങ്ങൾ പല ഘട്ടങ്ങളിൽ, ഇപ്പൊ BJP-യുടെ പ്രതിനിധി ചില കാര്യങ്ങൾ പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഒരു മുൻ സംസ്ഥാന പ്രസിഡന്റിനോട്, നേതാവിനോട് പ്രകടന പത്രികയെക്കുറിച്ച് ചോദിച്ചപ്പോൾ പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങളൊക്കെ തമാശയല്ലേ എന്നാണ് അദ്ദേഹം മറുപടി പറഞ്ഞത്. അങ്ങനെ കേവലം തമാശയായി കാണാനുള്ള ഒന്നല്ല പ്രകടന പത്രിക. ജനങ്ങൾക്ക് നൽകുന്ന വാഗ്ദാനങ്ങൾ. സുരേഷ് കുമാർ, നോക്കൂ, പ്രകടന പത്രിക പാലിക്കുന്നു എന്ന് നിങ്ങൾക്ക് പറയാം. പക്ഷേ നോക്കൂ, എത്ര സമയമുണ്ടായിരുന്നു? 2021 പറഞ്ഞതാണ് ക്ഷേമ പെൻഷൻ 2000 ആക്കുമെന്നത്. പക്ഷേ ഇടയ്ക്ക് മുടങ്ങുന്ന സാഹചര്യം വരെ ഉണ്ടായി. അതിനുശേഷം ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുമ്പോഴാണ് ഈ പ്രഖ്യാപനം വരുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഒരാഴ്ചയ്ക്കുള്ളിൽ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. നിങ്ങൾക്കിനി ജനങ്ങളെ സേവിക്കാൻ അല്ലെങ്കിൽ അവർക്ക് സഹായം എത്തിക്കാനുള്ള വലിയ മനസ്സായിരുന്നുവെങ്കിൽ ഇനി എത്ര നാൾ പറ്റും, എത്ര മാസത്തത് കൊടുക്കാൻ പറ്റും എന്നൊരു ചോദ്യം കൂടിയില്ലേ? അല്ല, അത് നിങ്ങൾ നോക്കൂ, 2021 2ാം പിണറായി സർക്കാർ കേരളത്തിൽ അധികാരത്തിലെത്തുമ്പോൾ ഞങ്ങൾ മുന്നോട്ട് വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ 2ാം പിണറായി സർക്കാർ അധികാരത്തിലെത്തുമ്പോൾ ആദ്യ ക്യാബിനറ്റ് യോഗം ചേർന്ന് ആദ്യ തീരുമാനമായി ഡിസിഷൻ എടുത്തത് കേരളം
അതിദരിദ്ര വിമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കും എന്നുള്ളതാണ്. ആ അതിദരിദ്ര വിമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി അന്ന് മുതൽ ഞങ്ങൾ എടുത്തിട്ടുള്ള ഒരു എഫർട്ട് ഉണ്ട്. എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെയും, അത് UDF ഭരിക്കുന്നതോ BJP ഭരിക്കുന്നതോ എന്ന സാങ്കേതികത്വം നോക്കാതെ കേരളത്തിലെ മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെയും ഒരു ശ്രേണിയാക്കി കൊണ്ടുവന്ന് ആ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കീഴിൽ ഏതെങ്കിലും ഒരു വാർഡിൽ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ ഇല്ലാത്തയാളോ, ഒന്ന് അന്തി ഉറങ്ങാൻ തലചായ്ക്കാൻ കിടപ്പാടമില്ലാത്ത ആളുണ്ടെങ്കിലോ, രോഗാതുരമായി കഷ്ടപ്പെടുന്ന ആളുണ്ടെങ്കിൽ അവരെയോ ഒക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്ക് മുഴുവനും ആ രൂപത്തിലുള്ള ക്ലേശ ഘടകങ്ങൾ അതിനെ പൂർണ്ണമായും ഒഴിവാക്കി അത് സാധ്യമാക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ ഇടപെടൽ നടത്തിയ ഒരു സർക്കാരാണ് ആ സർക്കാർ. സ്വാഭാവികമായും ആ പൂർത്തീകരണം വന്നപ്പോൾ 2025 നവംബർ 1 കേരളപ്പിറവി ദിനത്തിന് ആ പ്രഖ്യാപനത്തിലേക്ക് നമ്മൾ പോവുകയാണ്. അത് അന്ന് നിങ്ങൾ തീരുമാനിച്ചതല്ലേ, ഇന്ന് എന്തേ പ്രഖ്യാപിക്കുന്നു, തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ടല്ലേ, തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തിയത് കൊണ്ടല്ലേ എന്നൊക്കെ ആക്ഷേപം ഉന്നയിക്കുന്നത് നിങ്ങൾക്ക് ഉത്തരം മുട്ടുന്നത് കൊണ്ടാണ്. ഞാൻ വളരെ സ്പെസിഫിക് ആയി ക്ഷേമ പെൻഷന്റെ കാര്യമാണ് ചോദിച്ചത്. അതെ, ക്ഷേമ പെൻഷൻ ഇതിലെ ഒരു ഘടകം മാത്രമാണ്. ഞങ്ങളുടെ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുണ്ട്, ക്ഷേമ പെൻഷൻ ഇത്ര രൂപയായി വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. പടിപടിയായി ഘട്ടം ഘട്ടമായി അതിലേക്ക് ഞങ്ങൾ നടന്നെടുക്കുകയാണ്. ഞങ്ങളെ വിശ്വസിക്കുന്ന ആളുകൾക്കറിയാം, ഞങ്ങൾ പറയുന്നത് പറയാൻ കഴിയുന്നത് ഞങ്ങൾ വാഗ്ദാനമായി നൽകാറുള്ളൂ. ആ വാഗ്ദാനങ്ങൾ പൂർണ്ണമായും ഞങ്ങൾ പാലിക്കുന്ന ആ ഒരു പ്രവർത്തന പദത്തിലാണ്. തീർച്ചയായും നിങ്ങൾ നോക്കൂ, ഏതൊരു സർക്കാരിനേക്കാളും വളരെ കൃത്യതയോടുകൂടി ഗ്രഹപാഠം ചെയ്ത് ജനോപകാരപ്രദമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഈ സംസ്ഥാനത്ത് ശാശ്വതമാക്കുന്നതിന് വേണ്ടി അതിശക്തമായി ഇടപെട്ട ഒരു ഗവൺമെന്റാണ്. തലചായ്ക്കാൻ ഇടമില്ലാതിരുന്ന 5 ലക്ഷത്തിലധികം വരുന്ന ആളുകൾ, അതാണ് സർക്കാരിന്റെ ആത്മവിശ്വാസം. പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്ത സർക്കാർ എന്ന് പറഞ്ഞുകൊണ്ടാണ് ജനങ്ങളെ ഇനി അഭിമുഖീകരിക്കാനും പോകുന്നത്. എന്താണ് ഈ പദ്ധതികൾ ഇതുവരെ നടപ്പാക്കാതിരുന്നത്? എന്താണ് ഈ സമയം തെരഞ്ഞെടുക്കുന്നത്? നേരത്തെ മുതൽ പറയുന്നത് സാമ്പത്തിക പ്രതിസന്ധി എന്ന കാരണമായിരുന്നുവെങ്കിൽ ഇപ്പോൾ ആ സാമ്പത്തിക പ്രതിസന്ധിയില്ലേ? ഇതാണ് ഏറ്റവും പ്രധാനമായും ഉയരുന്ന ചോദ്യങ്ങൾ. ഇതിന് രണ്ടിനും മുഖ്യമന്ത്രിയും ധനമന്ത്രിയും പറഞ്ഞ പ്രതികരണം കേൾക്കാം. ഒരു കാര്യം മാത്രമേ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇത് എങ്ങനെയാണ് ഇത് ചെയ്യാൻ പറ്റുമോ എന്നുള്ള സ്വാഭാവികമായ ചോദ്യം ഉണ്ടാവാം. നല്ല ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഗവൺമെന്റ് ഈ കാര്യം കാണുന്നത്. ധനകാര്യ വകുപ്പിന് നല്ല ആത്മവിശ്വാസം ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നത്. കാരണം നല്ല ബാധ്യത വരുന്നതാണ്. കഴിഞ്ഞ ബഡ്ജറ്റിന്റെ സമയത്ത് ഞാൻ പറഞ്ഞു, കേരളത്തിൽ ഞങ്ങൾ ധനപരമായിട്ടുള്ള കാര്യം നോക്കുമ്പോൾ ഒരു ടേക്ക് ഓഫ് ഉണ്ട്. അപ്പോൾ കളിയാക്കിയ ആളുകൾ ആദ്യം തൊട്ടേ പറയുന്നത് ഇത് പൂച്ചവറ്റ് കിടക്കുകയാണ്, ഖജനാവില്ല. പക്ഷേ ഇതെല്ലാം പറയുമ്പോഴും കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്തെ അളവിനേക്കാളും കൂടുതൽ വർധനയാണ്. ഇപ്പോൾ 1,70,75,000 കോടി ശരാശരി ഒരു വർഷം ചെലവാക്കുന്ന തരത്തിലേക്ക് വന്നിട്ടുണ്ട്. അത് വളരെ നന്നായി പ്ലാൻ ചെയ്തുകൊണ്ടാണ്. അപ്പോൾ ഇപ്പോൾ ഇക്കാര്യത്തിന് വരുന്ന ബാധ്യതകൾ നല്ല തുക ബാധ്യത വരും. ഇത് കൃത്യമായി ചെയ്യാൻ പറ്റും. 2016 2021 സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുമ്പോൾ ഞങ്ങൾ ജനങ്ങൾക്ക് നൽകിയ ഉറപ്പുകളുണ്ട്. അവ ഒന്നൊന്നായി നടപ്പാക്കുന്നതിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല എന്നതാണ് ഈ 10 വർഷക്കാലത്തെ അനുഭവം. അപ്പോൾ വാഗ്ദാനങ്ങൾ പറഞ്ഞത് പാലിച്ചും അതിന് വഴി കണ്ടും ആണ് ആത്മവിശ്വാസത്തോടെ സർക്കാർ മുന്നോട്ട് പോകുന്നതെന്നാണ് പറയുന്നത് ശ്രീ ജോർജ് പൊടിപ്പാറ. സർക്കാരിന് സാമ്പത്തികം സംബന്ധിച്ച് ഇപ്പോൾ ആത്മവിശ്വാസമുണ്ട്. ആ സാഹചര്യത്തിൽ ജനങ്ങളോട് പറഞ്ഞ വാക്ക് പാലിക്കുന്നു സർക്കാർ. അത് വലിയൊരു ഇമ്പാക്റ്റ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ ഉണ്ടാക്കുമെന്നാണോ കരുതുന്നത്? തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചാണ് പ്രഖ്യാപനങ്ങൾ എന്നറിയാം. പക്ഷേ അതിൽ സർക്കാരിന്റെ ആത്മവിശ്വാസം എത്ര എന്നതായിരിക്കും ചോദ്യം ചെയ്യപ്പെടുക. ജനങ്ങൾ എങ്ങനെയായിരിക്കും ഇതിനെ സ്വീകരിക്കുക? നമ്മൾ ഇതിനെ 2 ആംഗിളിൽ കൂടെ കാണേണ്ടതുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ആംഗിൾ, ഇതൊരു തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ഒരു പ്രഖ്യാപനം തന്നെയാണ്. സ്വാഭാവികമായിട്ടും സാധാരണ ജനങ്ങളിലേക്ക് കൂടുതൽ സാമ്പത്തിക ആനുകൂല്യങ്ങൾ എത്തിച്ചേരുന്ന രീതിയിലുള്ള ഇത്തരം പ്രഖ്യാപനങ്ങൾ, അത് തെരഞ്ഞെടുപ്പിന് മുമ്പായാലും അല്ലാതെ ആയാലും ബജറ്റിലായാലും ജനങ്ങളെ ആകർഷിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇല്ല എന്ന് പറയുന്നത് കൊണ്ട് ഇല്ലാതാകുന്ന ഒരു സംഗതി അല്ല ഇത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആ കോവിഡ് കാലഘട്ടത്തിലെ നമ്മൾ കണ്ട കാര്യങ്ങളാണിത്. കിറ്റ് കിട്ടിയതിന്റെ പേരിൽ
അന്ന് ജനങ്ങൾ ഏത് രീതിയിലാണ് പ്രതികരിച്ചത് എന്നൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോ സ്വാഭാവികമായിട്ടും ഇതിനെ അങ്ങനെ അങ്ങോട്ട് എന്താ പറയാ ഓവർ സിംപ്ലിഫിക്കേഷൻ, വസന്ത തെങ്ങുപള്ളി പറയുന്നത് പോലെ ആ രീതിയിൽ ഇതിനെ കാണുന്നത് കൊണ്ട് പ്രശ്നത്തെ അമിതമായി ലഘൂകരിക്കുന്നത് കൊണ്ട് കാര്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിനകത്തെ പല പ്രഖ്യാപനങ്ങളും വളരെ പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങളാണ്. പ്രത്യേകിച്ചും ഇപ്പൊ ഈ 60 ലക്ഷത്തിലധികം പേർക്ക് ക്ഷേമ പെൻഷൻ കൊടുക്കുന്നു. അത് 1600 നിന്ന് 2000 ഉയർത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ഓരോ അത്തരം വ്യക്തിക്കും ഇപ്പൊ പെൻഷൻ വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തിക്കും പ്രതിമാസം 400 രൂപയുടെ വർധനവാണ് കിട്ടുന്നത്. അതായത് പ്രതിദിനം ഏതാണ്ട് 13 രൂപയുടെ വർധനവ് അവർക്ക് കിട്ടുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം ആ പെൻഷൻ ഗുണഭോക്താക്കൾ എന്ന് പറയുന്നത് സമൂഹത്തിന്റെ ഏറ്റവും താഴെത്തട്ടിലുള്ള അല്ലെങ്കിൽ ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മനുഷ്യരാണ്. അവർക്ക് സ്വാഭാവികമായിട്ടും ആ പെൻഷൻ വർധന അവരെ സഹായിക്കും. ഇപ്പൊ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള പ്രതിമാസം ഈ പെൻഷൻ ഒന്നും കിട്ടാത്ത സ്ത്രീകൾക്ക് 1000 രൂപ പ്രതിമാസം കൊടുക്കും എന്ന് പറയുന്ന പ്രഖ്യാപനവും വലിയ രീതിയിൽ തന്നെ ഈ ആളുകളെ ആകർഷിക്കുന്ന, പ്രത്യേകിച്ച് സ്ത്രീകളെ ആകർഷിക്കുന്ന പ്രഖ്യാപനമാണ്. ഇങ്ങനെ കുറെ കാര്യങ്ങള്. പക്ഷെ റബ്ബറിന്റെ താങ്ങുവില 200 രൂപയാക്കും എന്നൊക്കെ പറയുന്നത് നേരത്തെ തന്നെ ഇപ്പൊ ഏതാണ്ട് മാറിവല്ല ഏതാണ്ട് 200-ന്റെ ചില സമയത്തൊക്കെ 200-ന് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തില് 170-ൽ നിന്ന് അല്ലെങ്കിൽ 180-ൽ നിന്ന് 200 ആക്കുന്നത് വലിയ കയ്യടി കിട്ടുകയോ അത് വലിയ തോതിൽ ആളുകളെ ആകർഷിക്കുകയോ ചെയ്യുന്ന ഒരു കാര്യമല്ല. അതുപോലെ നെല്ലിന്റെ